നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും കാത്തുസൂക്ഷിക്കപ്പെടണമെന്ന കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവ നൽകിയ സന്ദേശങ്ങളിലും നിലപാടുകളിലും സഭ സുധൈര്യം മുന്നോട്ടു പോകുമെന്നും ചർച്ച് ബില്ലിനെ പരിശുദ്ധ സഭയ്ക്ക് ഭയമില്ലെന്നും ഒരുപാട് കനൽ വഴികൾ താണ്ടിയ പരിശുദ്ധ സഭ നേരിട്ട പ്രതിസന്ധികൾ എല്ലാം സഭയ്ക്ക് പിന്നീട് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നൽകിയ സന്ദേശത്തിൽ അറിയിച്ചു. മലങ്കരയുടെ മഹിതാചാര്യൻ ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ 3ാം ഓർമ്മ പെരുന്നാളിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ കാതോലിക്ക ബാവ. കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലീത്തയായി അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്തയെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കൽപ്പനയിലൂടെ നിയമിച്ചു. ജൂലൈ 15 മുതൽ കൽപ്പന നിലവിൽ വന്നു. 2017 ജൂലൈ 3 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും മലങ്കര സഭയെ സംബന്ധിച്ച എക്സിക്യൂഷൻ പെറ്റീഷനിലുണ്ടായ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇനി ഇടവക പള്ളികൾക്ക് സെക്ഷൻ 92 ആവശ്യമില്ലെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കോതമംഗലം പരീക്കണ്ണി സെൻറ് ജോർജ് ദേവാലയത്തിൻ്റെ കേസിലെ ഒറിജിനൽ സ്യൂട്ട് മലങ്കര സഭ പിൻവലിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഫയൽ ചെയ്യും. പിറവം സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയെ സംബന്ധിച്ച ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിൽ പള്ളിക്കേസിൽ 2017 ജൂലൈ 3 വിധി മാത്രമാണ് ബാധകമെന്നും സെക്ഷൻ 92 ആവശ്യമില്ലെന്നും വിധിയിൽ പരാമർശിച്ചിട്ടുണ്ട്. 2024 ജൂലൈ 15 മുതൽ പുതുപ്പള്ളി പാറേട്ട് മാർ ഇവാനിയോസ് ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്വൈസറായി ശ്രീ ജോൺ പുന്നൂസിനെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിയമിച്ചു. ഹെൽത്ത് കെയർ മേഖലയിൽ 3 പതിറ്റാണ്ടിലേറെയായി സേവനമനുഷ്ഠിക്കുന്ന മുതിർന്ന ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് പ്രൊഫഷണലാണ് ശ്രീ ജോൺ പുന്നൂസ്. മുൻപ് മുത്തൂറ്റ് ഹെൽത്ത് കെയർ, റോയൽ ഹയാത്ത് ഹോസ്പിറ്റൽ കുവൈറ്റ്, മദ്രാസ് മെഡിക്കൽ മിഷൻ, അപ്പോളോ ഹോസ്പിറ്റൽ എന്നിവയുടെ CEO ആയിരുന്നു അദ്ദേഹം. പുണ്യവാനായ കാട്ടുമങ്ങാട്ട് വലിയ ബാവായുടെ 222ാമത് ശ്രാദ്ധപ്പെരുന്നാളിൽ തേവനാൽ താഴ്വരയിലെ മാർ ബെഹനാൻ ദേറ ചാപ്പലിൽ ഇടവാങ്ങവും പൗരസ്ത്യ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കേന്ദ്ര ജനറൽ സെക്രട്ടറിയുമായ ഫാദർ വിജു ഏലിയാസ് വിശുദ്ധ കുർബാന അർപ്പിച്ചു. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് മലങ്കര മെത്രാപ്പൊലീത്തയുടെയും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെയും സംയുക്ത ഓർമ്മ പെരുന്നാളിൻ്റെ ഭാഗമായി പ്രത്യേക ധൂപപ്രാർത്ഥനയും അനുസ്മരണ ശുശ്രൂഷയും നടത്തപ്പെട്ടു. ഫാദർ KT ഏലിയാസ്, വികാരി ഫാദർ TP കുര്യൻ തളിയച്ചിറ എന്നിവർ സഹകാർമ്മികരായി. ആശീർവാദം, നേർച്ച, കൊടിയിറക്കം എന്നിവയോടെ പെരുന്നാൾ ചടങ്ങുകൾ സമാപിച്ചു. സ്കോട്ടിഷ് വംശജനായ കാലം ഗല്ലാഹർ മാമോദീസ സ്വീകരിച്ച് സ്കോട്ട്ലൻഡ് ഗ്ലാസ്ഗോ സെൻറ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവാംഗമായി. കേരളത്തിലേക്കുള്ള യാത്രയിൽ വളരെ യാദൃച്ഛികമായി ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ഭാഷ ഒന്നും അറിയില്ല എങ്കിൽ പോലും വിശുദ്ധ ആരാധനയിൽ സംബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഉൾപ്രേരണയുമാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലേക്ക് ചേരുവാനുള്ള കാരണമായത്. ആഗോള മർത്തോമൻ തീർത്ഥാടന കേന്ദ്രവും 7 പള്ളികളിലൊന്നുമായ തിരുവിതാംകോട് സെൻറ് മേരീസ് ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ ശില്പിയും മഹാതാപസനുമായ തിരുവിതാംകോട് പെരിയസ്വാമി റമ്പാച്ചൻ എന്നറിയപ്പെട്ടിരുന്ന കോട്ടയം കൂട്ടുങ്കൽ ഗീവർഗീസ് റമ്പാച്ചൻ്റെ 54ാം ഓർമ്മ പെരുന്നാൾ തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. പൗരോഹിത്യ ശുശ്രൂഷയിൽ 50 വർഷം പൂർത്തിയാക്കിയ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയ്ക്ക് തിരുവനന്തപുരം പൗരാവലിയുടെ സ്നേഹാദരം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സമ്മാനിച്ചു. പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ ആത്മീയ സാന്നിധ്യം മലങ്കര സഭയെ ഇന്നും വഴി നടത്തുന്നുവെന്ന അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ തിരുമേനി. സമ്മേളനത്തിൽ UK യൂറോപ്പ് ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ അബ്രഹാം മാർ സ്തേഫാനോസ് മുഖ്യപ്രഭാഷണം നടത്തി. നിഷ്കളങ്കമായ പരിശുദ്ധ പിതാവിൻ്റെ ഇടപെടലുകൾ ഓർമ്മയിൽ നിന്നും മായുകയില്ലെന്ന് അദ്ദേഹം സ്മരിക്കുകയുണ്ടായി. ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ അനുസ്മരണ പ്രഭാഷണം നടത്തി.
സമ്മേളനത്തിൽ വച്ച് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ പരിശുദ്ധ തിരുമേനിയുടെ സ്മരണാർത്ഥം നൽകുന്ന സാന്ത്വന സ്പർശം അവാർഡ് പാലക്കാട് ജില്ലയിലെ മണ്ണപ്ര ബാലഭവന്റെ പ്രധാന ചുമതല വഹിക്കുന്ന സിസ്റ്റർ എൽസയ്ക്ക് നൽകുകയുണ്ടായി. 50,000 രൂപയും ശില്പവും അടങ്ങുന്നതായിരുന്നു അവാർഡ്. സമ്മേളനത്തിൽ വച്ച് കോട്ടപ്പടിയിലെ അഭയഭവൻ വയോജന കേന്ദ്രത്തിന്റെ വെബ്സൈറ്റ് ലോഞ്ചിംഗ് അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ പരിശുദ്ധ പൗലോസ് ദിദിയൻ ബാവ ഡോക്യുമെന്ററി മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും ഫിനിക്സ് എഞ്ചിനീയറിംഗ് സ്പോൺസർ ചെയ്ത മൊമെന്റോയും സമ്മേളനത്തിൽ വച്ച് വിതരണം ചെയ്തു. പ്രവാസികളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള പൗലോസ് ദിദിയൻ എക്സലൻസ് അവാർഡും സമ്മേളനത്തിൽ വച്ച് വിതരണം ചെയ്യുകയുണ്ടായി. മട്ടാഞ്ചേരി കൂനൻകുരിശ് തീർത്ഥാടന കേന്ദ്രം മാനേജർ വെരി റവറൻ ബെഞ്ചമിൻ റമ്പാൻ, കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ, ബഥനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, ബഥനി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, KOMA സെക്രട്ടറി ജിന്നി കുരുവിള, സാന്ത്വന സ്പർശം അവാർഡ് ജേതാവ് സിസ്റ്റർ എൽസ, ഡോക്യുമെന്ററി മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജസ്റ്റിൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു. റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിൽ കബറടങ്ങിയ അഭിവന്യ ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്ന അഭിവന്യ ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് തിരുമേനിയുടെ 25ാമത് ഓർമ്മ പെരുന്നാളിന് അഭിവന്യ തിരുമേനി കബറടങ്ങിയിരിക്കുന്ന റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിൽ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപനും ആശ്രമത്തിന്റെ വിസിറ്റർ ബിഷപ്പുമായ അഭിവന്യ യൂഹാനോൻ മാർ തേവദോറോസ് മെത്രാപ്പൊലീത്ത കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ജൂലൈ 22, 23 തീയതികളിൽ പരിശുദ്ധ കാതോലിക്ക ബാവയുടെയും അഭിവന്യ തിരുമേനിമാരുടെയും കാർമ്മികത്വത്തിൽ ഓർമ്മ പെരുന്നാൾ ശുശ്രൂഷകൾ നടത്തപ്പെടും. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ക്രിസ്തീയ ഗാനങ്ങൾക്ക് ഈണം പകർന്ന പ്രശസ്ത സംഗീതജ്ഞൻ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ പനയ്ക്കൽ ജൂലൈ 17-ാം തീയതി ബുധനാഴ്ച ഓർത്തഡോക്സ് സെമിനാരി സന്ദർശിച്ചു. ആഗോള പ്രശസ്തി നേടിയ 30 ഗാനങ്ങളിൽ 25ഉം പാടിയത് യേശുദാസാണ്. മംഗലപ്പുഴ സെമിനാരിയിൽ 50 വർഷം വേദശാസ്ത്ര അധ്യാപകനായിരുന്നു അദ്ദേഹം. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണം അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ക്രൈസ്തവ സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയിലുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന കാലതാമസം ഒഴിവാക്കണമെന്നും പരിവർത്തിത ക്രൈസ്തവരുടെ പ്രശ്നത്തിലുൾപ്പെടെ അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കണമെന്നും ഓർത്തഡോക്സ് സഭ സുനഹദോസ് സെക്രട്ടറി അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത പ്രസ്താവിച്ചു. നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസിന്റെയും മലങ്കര ഓർത്തഡോക്സ് സഭ ഹ്യൂമൻ എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെക്കുറിച്ചും നോളജ് ഇക്കോണമി മിഷന്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന അറിയിക്കാം എന്ന പ്രോജക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവല്ല വള്ളംകുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നിർവഹിക്കുകയായിരുന്നു അഭിവന്യ തിരുമേനി. നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പ്രകാശ് P. തോമസ് അധ്യക്ഷത വഹിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിവിധ ആനുകൂല്യങ്ങളെക്കുറിച്ച് നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റിനു വേണ്ടി ഫാദർ അഡ്വക്കേറ്റ് ജോണിക്കുട്ടിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ചൂണ്ടുപലക എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മാർത്തോമാ സഭ സീനിയർ വികാരി ജനറൽ വെരി റവറൻ ഡോക്ടർ ഈശോ മാത്യു ഇന്ത്യ ലൈഫ് ചർച്ച് ഡയറക്ടർ പാസ്റ്റർ CB തോമസിന് നൽകി നിർവഹിച്ചു. ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ രാജു ആനിക്കാട്, ഓർത്തഡോക്സ് സഭ ഹ്യൂമൻ എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഫാദർ PA ഫിലിപ്പ്, നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജെയ്സ് പാണ്ടനാട്, ആംഗ്ലിക്കൻ ചർച്ച് ഭദ്രാസന സെക്രട്ടറി റവറൻ ഫാദർ ജോയിസ് ജോൺ തുണ്ടുകുളം, പാസ്റ്റർ CB തോമസ്, ഫാദർ എബ്രഹാം കോശി കുന്നുംപുറത്ത്, ഷാജി ഫിലിപ്പ്, ജോജി ഐപ്പ് മാത്യൂസ് എന്നിവർ പ്രസംഗിച്ചു. കേരള നോളജ് ഇക്കോണമി മിഷൻ റീജിയണൽ പ്രോഗ്രാം മാനേജർ അനൂപ് പ്രകാശ്, ഫാദർ ബെന്യാമീൻ ശങ്കരത്തിൽ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവാംഗവും മുൻ കേരള മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ കുർബാനയും ധൂപപ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും നടത്തപ്പെട്ടു. വിശുദ്ധ കുർബാനയ്ക്കും ധൂപപ്രാർത്ഥനയ്ക്കും അഭിവന്യ യൂഹാനോൻ മാർ പോളികാർപ്പോസ് തിരുമേനിയും
അഭിമന്യ യൂഹാനാൻ മാർ ദിയോസ്കോറോസ് തിരുമേനിയും വൈദികരും സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായും കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, സഹോദരി സഭാ പ്രതിനിധികൾ, സാമുദായിക രാഷ്ട്രീയ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. മലങ്കര സഭയുടെ നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാദർ സോബിൻ സാമുവേലിന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് പ്രാർത്ഥനാശംസകൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.